കണക്ടർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഓൺബോർഡ് ഡയഗ്നോസിംഗ് ആണ്. OBDയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1980 മുതലാണ് ഇത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. ആദ്യമകാലത്ത് ഇതിനെ അസംബ്ലി ലൈൻ ഡയഗ്നോസിംഗ് ലിങ്ക് എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ഇത് മാനുഫാക്ചേഴ്സിന് ഉപയോഗിക്കുവാനുള്ള ഒരു ലിങ്ക് ആയിരുന്നു. പവർ ട്രെയിൻ കൺട്രോൾ മൊഡ്യൂൾ, എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂൾ, ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്, എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് എന്നിവ ഘടിപ്പിച്ചിട്ടുള്ള വാഹനങ്ങളിൽ, ഇലക്ട്രോണിക് ഡിവൈസുകൾ ഘടിപ്പിച്ചിട്ടുള്ള വാഹനങ്ങളിൽ ഇവയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലിങ്ക് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് OBD1ന്റെ വരവോടുകൂടി ഒരു മാൾ ഫങ്ഷനിങ് ഇൻഡിക്കേറ്റർ ലൈറ്റ് കൂടി നമുക്ക് ലഭ്യമായി. അതായത് വാഹനത്തിന് എവിടെയോ ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഇലുമിനേറ്റിംഗ് ലൈറ്റ് അതിൽ ഉണ്ടായിരുന്നു. എന്നാൽ എന്താണ് കംപ്ലൈന്റ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം ഈ OBD1ൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഉപകരണത്തിന്റെ ലൈറ്റിനെ, ഈ ഇലുമിനേറ്റ് ചെയ്തിരുന്ന ലൈറ്റിനെ ഇഡിയറ്റ് ലൈറ്റ് എന്ന് ഒരു വിളിപ്പേര് ഉണ്ടായിരുന്നു. ഈ ഉപകരണം 160 ബിറ്റ് പെർ സെക്കൻഡ് യൂണിഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഉപയോഗിക്കുന്ന OBD2 8192 ബിറ്റ്സ് പെർ സെക്കൻഡ് ബൈഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് പവർ ട്രെയിൻ കൺട്രോൾ മൊഡ്യൂൾ ലൂപ്പ് ചെയ്തിരിക്കുന്നത്. OBD1, OBD1.5 എന്നിവയ്ക്ക് ശേഷമാണ് OBD2, അതായത് ഇന്ന് കാണുന്ന തരത്തിലുള്ള ഡയഗ്നോസിംഗ് ടൂളുകൾ ലഭ്യമായത്. ഇനി നമുക്ക് എന്താണ് OBD എന്ന് നോക്കാം. ഇതൊരു ഓൺബോർഡ് ഡയഗ്നോസിംഗ് PID ആണ്. PID എന്നാൽ പ്രൊപ്പോർഷണൽ ഇന്റഗ്രൽ ഡെറിവേറ്റീവ് കൺട്രോളർ. ഇതൊരു 3 ടൈം കൺട്രോളർ ആണ്. കൺട്രോൾ ലൂപ്പ് മെക്കാനിസം, അതായത് മെഷീനിൽ നിന്നും ലഭിക്കുന്ന ഫീഡ്ബാക്ക് അനലൈസ് ചെയ്തുകൊണ്ട് ഇൻപുട്ട് ഡിവൈസുകളുടെ പ്രോഗ്രാമുകളിൽ ഇൻപുട്ട് ഡാറ്റയിൽ ഉള്ള വ്യത്യാസങ്ങൾ പ്രോഗ്രാം ചെയ്യുവാനായിട്ട്, ആനുപാതികമായി പ്രോഗ്രാം ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ ഘടിപ്പിച്ചിട്ടുള്ള ഉപകരണത്തിൽ നിന്നും OBD2 PIDയിൽ നിന്നും നമുക്ക് വാഹനത്തിന്റെ DTC ലഭിക്കും. DTC എന്നാൽ ഡയഗ്നോസ്റ്റിക് ട്രബിൾ കോഡ്. ഇതിലൂടെ നമുക്ക് വാഹനത്തിന്റെ യഥാർത്ഥ കംപ്ലൈന്റ് എന്താണ് എന്ന് മനസ്സിലാക്കുവാനും അത് പരിഹരിക്കുവാനുള്ള റെമഡീസ് എന്താണെന്നും നമുക്ക് ലഭിക്കുന്നു. ഇതിനായി വാഹനത്തിൽ ഒരു DLC ഉണ്ടായിരിക്കും. DLC എന്നാൽ ഡാറ്റ ലിങ്ക് കണക്ടർ. ഇതൊരു മൾട്ടി പിൻ ഡയഗ്നോസ്റ്റിക് കണക്ഷൻ പോർട്ട് ആണ്. ഈ പോർട്ട് വാഹനവുമായി OBD2 സ്കാനിംഗ് ടൂൾ ഘടിപ്പിക്കുവാനും വാഹനവുമായി ഇന്റർഫേസ് ചെയ്യുവാനും സാധിക്കുന്നു. ഈ ഇന്റർഫേസ് ചെയ്യുമ്പോൾ, ഈ കണക്ടർ ഘടിപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇന്റർഫേസിംഗ് സോഫ്റ്റ്വെയറിലൂടെ, മെഷീൻ കൺട്രോൾ സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് ആവശ്യമായ ഡാറ്റാസ് നമ്മുടെ ഉപകരണത്തിലേക്ക് ലഭിക്കുന്നു, OBD2ലേക്ക് ലഭിക്കുന്നു. 3 തരത്തിലുള്ള OBDകളാണ് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. നന്ദി, നമസ്കാരം.